കൂട്ടുകാരെ, നമുക്കിന്ന് മലയാളം അക്ഷരമാലയിലെ ഊ എന്ന അക്ഷരം പഠിച്ചാലോ? ഈ അക്ഷരം സ്വരാക്ഷരങ്ങളിൽ ആറാമതായിട്ടാണ് വരുന്നത്. ആ, ആ, ഇ, ഈ, ഉ. ഈ 5 അക്ഷരങ്ങൾക്ക് ശേഷം ഊ എന്ന അക്ഷരം വരുന്നു. ഈ അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിയാലോ? ഊ എഴുതുന്നത് പോലെ തന്നെ ആദ്യം ഒരു വൃത്തം വരച്ച് പിന്നീട് മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് വളച്ച് ഇടത്തോട്ടൊരു വര വന്ന് അവിടെ നിന്നും വീണ്ടും വലത്തോട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഊ എഴുതിയതുപോലെ തന്നെ. എന്നിട്ടോ അതിൻ്റെ വലതുവശത്തായി വാലുപോലെ നീണ്ടു നിൽക്കുന്ന ഒരു ചിഹ്നമിടുക. നമ്മൾ ഈ എന്ന അക്ഷരം പഠിച്ചപ്പോൾ ഈ ചിഹ്നം പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കിയാലോ? ഊ പോലെ എഴുതി, എന്നിട്ടതിൻ്റെ വലതുവശത്തായി താഴെ നിന്ന് മുകളിലേക്ക് വരച്ച് വീണ്ടും താഴേക്ക് വന്ന് ആ വരയിലൂടെ തന്നെ മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് വാലുപോലെ നിർത്തുന്ന ഒരു ചിഹ്നവും കൂടി ചേരുമ്പോൾ ഊ എന്ന അക്ഷരമാകുന്നു. ഇനി നമുക്ക് ഇതുപയോഗിച്ചുള്ള വാക്കുകൾ നോക്കാം. ഊ, ഊഞ്ഞാൽ, സ്വിങ്. ഊ, ഊതുക, ബ്ലോ ചെയ്യുക. ഊ, ഊത്തപ്പം, രാവിലെ കഴിക്കുന്ന ഒരാഹാരമാണ് ഊത്തപ്പം. ഊ, ഊണ്, ചോറും കറികളുമൊക്കെ ചേർന്നതിനെ നമ്മൾ പറയുന്നതാണ് ഊണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഊ എന്ന അക്ഷരം പഠിച്ചില്ലേ? വീണ്ടും വീണ്ടും എഴുതി നോക്കുകയും ഊ ഉപയോഗിച്ചുള്ള വാക്കുകളും പറഞ്ഞു നോക്കുകയും വേണം. അറിയില്ലാത്ത കൂട്ടുകാർക്കായി പറഞ്ഞു കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരക്ഷരവുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.